الصلاة والسلام عليك يا سيدي يا رسول الله. صلاة والسلام عليك يا سيدي يا حبيب الله. صلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني يا رسول الله. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. അസ്ൽ മാത്രമേ നിലനിൽക്കേണ്ടതുള്ളൂ. ഫറഅ് പോയാലും ഒന്നുമില്ല. ഫറഅ്കൾക്ക് ഒന്നുമില്ല. അസ്ലാണ് ചൊർക്ക്. ഫറഅ് ഉണ്ടായാലും ചൊർക്ക്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചൊർക്ക്. അങ്ങനെയാണ് പഴയ കാലത്ത് ഹെർക്കുലീസിന്റെ സൈക്കിളുകളാണ് ആളുകൾ. എൻ്റെ അയൽവാസികളൊക്കെ പഴയ കാലത്ത്, അക്കാലത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പം അങ്ങനെ സൈക്കിളൊന്നും ഒരു വലിയൊരു സംഭവമല്ലല്ലോ. എൻ്റെ വീട്ടിൽ വാങ്ങിയിട്ടില്ല. കാരണം എൻ്റെ അപ്പം പിന്നെ സൈക്കിൾ മേൽ കയറുന്ന ഒരാളല്ല. ആൺകുട്ടിയായി ഞാനേ ഉള്ളൂ. എനിക്ക് പഠിക്കലും മറ്റു കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ സൈക്കിൾ വാപ്പ വാങ്ങി തന്നിട്ടില്ല. പക്ഷെ അയൽവാസികളായ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള തൊഴിലാളികൾ ഉണ്ടായി. അവർ സൈക്കിള് വാങ്ങും. ആ സൈക്കിളുകളിൽ പിന്നീട് അവർ പല സാധനങ്ങളും പിടിപ്പിക്കും. പല ചൊറുക്കിനുള്ള പല സാധനങ്ങളും പിടിപ്പിക്കും. മുന്നിൽ പിടിപ്പിക്കും, ബാക്കിൽ പിടിപ്പിക്കും. അങ്ങനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നതൊക്കെ ഒരു ചർച്ചയാണ് കുട്ടിക്കാലത്ത്. കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിഭവങ്ങളൊക്കെ കുറഞ്ഞ കാലമാകുമ്പോഴാണ് ഉള്ള വിഭവങ്ങളെ ഭംഗിയാക്കുക. ഇന്നങ്ങനെയല്ല. അപ്പം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, അതൊക്കെ ഒഴിവാക്കിയിട്ടാലും സൈക്കിളാണ് അടിസ്ഥാനം. മറ്റൊക്കെ പിന്നീട് പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. അതുണ്ടായാലും അൽഹംദുലില്ലാ, ഇല്ലെങ്കിലൊന്നും വരാനും ഇല്ല. ഇതാണ് ഇവിടെ അടിസ്ഥാനം. അടിസ്ഥാനം റബ്ബ് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ വന്നതാണ്. അത് ഉണ്ടായാൽ നല്ലത്, ഇല്ലെങ്കിലും നല്ലത്. ഒന്നുമില്ല. ഈ ബോധം, ഞാൻ ഉണ്ടായാൽ നല്ലത്, ഞാൻ ഇല്ലെങ്കിലും നല്ലത്. ഞാനൊന്നുമല്ല, ഞാൻ പിന്നെ പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിൻ. രഹസ്യം പൂർണ്ണമായി അറിയാത്ത ആയത്തുകളിൽപ്പെട്ട ഒരായത്താണ്. ബഹുമാനപ്പെട്ട ഹദീദ് അധ്യായത്തിൻ്റെ 3-ാമത്തെ ആയത്താണ്. അതൊരു രഹസ്യമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ വൽ ബാത്തിൻ. രഹസ്യം പൂർണ്ണമായി അറിയാത്ത അല്ലാഹുവിൻ്റെ ആരിഫീങ്ങൾക്കല്ലാതെ ആയത്ത് പൂർണ്ണമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അങ്ങനെ വ്യാഖ്യാനിച്ച് വെക്കൂല. കണ്ട, അതുകൊണ്ട് മനുഷ്യന്മാർക്ക് പിഴവ് സംഭവിക്കും. അത് പൂർണ്ണമായി പുറത്ത് പറഞ്ഞു കൊടുത്താൽ. അതുകൊണ്ട് അതൊന്ന് പൂർണ്ണമായി വ്യാഖ്യാനിക്കൂല. അങ്ങനെ ഉള്ളറിയാത്ത ആയത്തുകളിൽപ്പെട്ട ഒരായത്താണത്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ബാത്തിൻ. അവനാണ് തുടക്കം, അവൻ തന്നെയാണ് ഒടുക്കം. അവനാണ് പ്രത്യക്ഷം, അവൻ തന്നെയാണ് പരോക്ഷവും. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ബാത്തിൻ. അപ്പൊ തുടക്കം അവനാണ്, ഒടുക്കവും അവനാണ്. ബാക്കിയുള്ളവരൊക്കെ പിന്നീട് വന്നതാണ്. ഇതൊക്കെ ഇവിടുന്ന് പോകുകയും ചെയ്യും. അല്ലോട് തല കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് പൂർത്തിയായില്ല. അല്ലോട് തല കൊടുത്തിട്ട് ഇത് ചിന്തിക്കണം. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ തന്നെ തുടക്കം, അവൻ തന്നെ ഒടുക്കവും, അവൻ തന്നെ പ്രത്യക്ഷവും, അവൻ തന്നെ പരോക്ഷവും, എല്ലാവനാണ്. അവൻ തന്നെ തുടക്കം, അവൻ തന്നെ ഒടുക്കം. അപ്പോൾ തുടക്കം എന്ന് പറയുമ്പോൾ ഒന്ന് മടങ്ങി നോക്ക്, ബാക്കിലേക്ക് മടങ്ങും. ഒന്നുണ്ട്, ഒരു കാലം എന്ന് പറയാനോ ഇല്ല. കാലം എന്ന് പറയാനും പറ്റൂല. എന്തുകൊണ്ട്? കാലവുമില്ല. അന്ന് അവനേ ഉള്ളൂ, കാലം പോലും ഇല്ല. ഇപ്പം കാലം എന്നിപ്പോൾ എന്താ ദിവസം? വെള്ളിയാഴ്ച. ഒരു കാലാണ് വെള്ളിയാഴ്ച. അന്ന് വെള്ളിയാഴ്ചയില്ല, അന്ന് വെള്ളിയാഴ്ചയില്ല, അന്ന് ശനിയാഴ്ചയില്ല, അന്ന് വ്യാഴാഴ്ചയില്ല, അന്ന് തിങ്കളാഴ്ചയില്ല.
ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാത്ത്. അല്ലാഹു തആല 12 മാസങ്ങളെ കണക്കാക്കി. അവൻ കാലത്തെ പടച്ചു. കാലമില്ല, കാലവും ഇല്ല. കാലമില്ലാത്തൊരു കാലം ഉണ്ടാവോ? നമ്മളെ സങ്കല്പത്തിൽ കിട്ടൂല. നമ്മളെ സങ്കല്പത്തിൽ കിട്ടാതിരിക്കുമ്പോൾ നമ്മളവിടെ ഒതുങ്ങണം. നമ്മളെ സങ്കല്പത്തിൽ കിട്ടാത്തതുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത് കൊണ്ടാണ് നിരീക്ഷണം വന്നു വരുന്നത്. അത് അഹങ്കാരാണ്. നമുക്കൊന്നും അറിയില്ല. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് കുറഞ്ഞ വിവരമേ തന്നിട്ടുള്ളൂ. ഒരായത്ത്. എന്നാൽ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. എത്ര വട്ട ഖുർആൻ പറഞ്ഞേ? വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് കുറഞ്ഞ വിവരമേ ഉള്ളൂ, തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടായി. എന്ത്? കുറഞ്ഞവരെങ്കിലും ഉണ്ടല്ലോ. അതൊരു വട്ടം. അതിൻ്റെ അപ്പുറം എത്ര വട്ടാണ് വല്ലാഹു യഅലമു, അള്ളാഹ്ക്കേ വിവരമുള്ളൂ, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു വിവരമില്ല. എത്ര വട്ട? വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് കുറഞ്ഞ വിവരേ തന്നിട്ടുള്ളൂ, ഒരു വട്ടം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അപ്പൊ ആദ്യത്തെ ആയത്ത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്തെങ്കിലും എന്ത് പറയേ? നമ്മളൊരു ഉച്ചക്ക് അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒന്നും തിന്നാൻ കിട്ടിയില്ല. ഒരു ഹോട്ടലിൽ ചെന്ന് നോക്കുമ്പോൾ എന്ത് പറഞ്ഞു, ഇവിടെ ഒരു സാധനം അല്ലാറും. അവിടെ നമുക്ക് നിരാശയാണ്. എവിടെയോ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ വിഭവങ്ങളൊക്കെ കുറച്ച് കുറയുന്നറിഞ്ഞു. എന്നാലും ഇല്ല, വിഭവങ്ങൾ ഇവിടെ സാധനം കഴിയാനായിട്ടുണ്ട്, വിഭവങ്ങളൊക്കെ കുറച്ച് കുറയുന്നറിഞ്ഞു. അതായത് ചോറും കൂട്ടാനും മാത്രമേ ഉള്ളൂ. എന്തില്ല, എരിശ്ശേരി, പുളിശ്ശേരി, പപ്പടം, പിന്നെ ഒക്കെ കഴിഞ്ഞിരിക്കണ്, തൈര് ഒക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ വിഭവങ്ങൾ കുറയുന്നറിയുമ്പോൾ എന്നാലും ആയിക്കോട്ടെ, ആർക്കും ഇവിടെ വിഭവമുണ്ട്, എന്തെങ്കിലും ഒന്ന് പള്ളി പോയിക്കണേന്ന് കൊണ്ടാന്നല്ലേ പറയാം. അപ്പോൾ ഇവിടെ സന്തോഷം. ഇവിടെ സാധനം ഇല്ല പറഞ്ഞാലോ. എത്ര വട്ടാണ് വല്ലാഹു യഅലമു, അള്ളാഹ്ക്ക് വിവരമുള്ളൂ, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരം തന്നെയില്ലേ, നിങ്ങൾക്ക് വിവരം തന്നെയില്ലേ. നമ്മളെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് വിവരമുണ്ട് എന്നതിൽ നിന്നാണ് നമ്മൾ പിഴച്ച്. എവിടെ പിഴവ് പറ്റുകയാണെങ്കിലും എനിക്ക് വിവരമുണ്ട് എന്നതിൽ നിന്ന് പിഴക്കുക. വിവരം തന്നെ ഇല്ല പറഞ്ഞാലോ. ഈ ലോകം കണ്ട മൂന്നാമത്തെ മഹാനാണ് സയ്യിദുന മൂസ. പിന്നെ ഒരാൾ സയ്യിദുന ഖദറാണ്. ഖദർ മൂസാനെ പിന്നെ മേലെയാണോ താഴെയാണോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു അക്ബർ. ക്രമനമ്പറിൽ ലാസ്റ്റാണ്. പക്ഷേ ക്രമനമ്പറിൽ പെടാത്ത ഒരാളാണ് ഇയാൾ. ഇയാൾ ക്രമനമ്പറിലില്ല. അലൈഹിസ്സലാം. ആ രണ്ടാൾ കൂടി യാത്ര ചെയ്യാം ഒരു കപ്പലിൽ. അപ്പോൾ ഫജാ അസ്ഫൂർ, ഒരു അടക്കാക്കിളി, ഒരു ചെറിയ കിളി. കടലിൽ ഞാൻ അങ്ങനത്തെ കിളികളെ കണ്ടിട്ടുണ്ട്. അത്ഭുതം. കടലിൽ ഇങ്ങനെ പറക്കും ഈ കിളികൾ. കടൽ യാത്ര, കപ്പലിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടൽ കിളിയൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പിടുത്തം കിട്ടാതെ എവിടെയാണോ ഒറ്റങ്ങൾ പാർക്ക്. കടൽക്കിളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ്. അപ്പോൾ ഈ കടൽക്ക് ചെറിയ അടക്കാക്കിളികൾ എങ്ങനെ കടലിൽ കാണും. അപ്പോൾ ഈ ഒരു കടലിൽ കിളികളിൽപ്പെട്ട ഒരു ചെറിയ കിളി വന്നിട്ട് കപ്പലിൻ്റെ ഒരു കൊമ്പിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. ഫതാറ, എന്നിട്ടത് പറന്നു. എന്നിട്ട് ഈ ചെറിയ അടക്കാക്കിളി ചെറുത് അത് അവിടുന്ന് പറന്നിട്ട് എന്നിട്ടത് സമുദ്രത്തിൽ നിന്ന് ഒരു കൊത്തുകുത്തിയിട്ട് കൊക്കും കുടഞ്ഞ് ജലസാലമാക്കാനാ തിരിച്ച് അവിടെ തന്നെ വന്നിരുന്നു. ഫഖാല ഖദർ, അപ്പോൾ ഖദർ പറഞ്ഞു ലി മൂസ നബിയോട്, ഉള്ളു ഇലാ ഹാദൽ അസ്ഫൂരി വ ഇലാ മിൻഖാരിഹി, ആ അടക്കാക്കിളിയെയും അതിൻ്റെ കൊക്കിനെയും ഒന്ന് നോക്ക്. ഇലാ ഹാദൽ ബഹരി, ഈ സമുദ്രത്തിലേക്ക് നോക്ക്. ഇൽമി വ ഇൽമുക ഫി ഇൽമില്ലാ മാ നഖസ ഹാദൽ ബഹർ അസ്ഫൂർ മിൻ ഹാദൽ ബഹർ. യാ വർച്ചോനെ അല്ലാഹ്, എന്താ അള്ളാഹുവിൻ്റെ ഇൽമ്, നിന്റെ എൻ്റെ ഇൽമും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചു നോക്കാം.
ഈ അടക്കാക്കുഴി ആ ബഹറിൽ നിന്ന് കൊത്തിയിട്ട് കൊമ്പ് അതിൻ്റെ മിങ്കാർ കുടഞ്ഞതിന് ശേഷം അത് തിരിച്ചു വന്നിരിക്കുമ്പോൾ അതിൻ്റെ ആ കൊക്കിലുള്ള ജലസ്പർശവും ആ ബഹറും തമ്മിൽ വ്യത്യാസം. എൻ്റെയും നിൻ്റെയും അറിവും അള്ളാഹുവിൻ്റെ അറിവും തമ്മിലുള്ള വ്യത്യാസം. എന്താ പപ്പ? ആരോട് അറിയൂ? ആരോട്? മൂസാ നബിയുടെയും ഖിദർ നബിയുടെയും വിവരം അതാണ്. എങ്കിൽ നമ്മൾ വരും. നമ്മളുടെ പിഴവിൻ്റെ മുഴുവൻ അടിസ്ഥാനം നമുക്ക് വരേണ്ടതാണ്. ഇത് പള്ളാറ്റ 100 വട്ടം ചിന്തിച്ചാൽ പോരാ ഇത് മനസ്സിലാക്കാൻ. മനസ്സിലോണ്ട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായില്ലേ? എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായി. നിങ്ങൾ ചിന്തിച്ചോക്ക്. ഈ ആയത്തിനർത്ഥം അറിയില്ല. ഞാൻ അറിയില്ല. ഞാൻ ഈ ആയത്തൊരു 25 കൊല്ലം മുമ്പ് ഒക്കെ വീണ്ടും വീണ്ടും പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഉത്തരം കിട്ടൂല. തണാ പറഞ്ഞാൽ അറിയൂല. അള്ളാഹു അവനാണ് ഒടുക്കം. കാലവും ഇല്ല. അവനാണ് ഒടുക്കവും. ഞാൻ അവനാണ് ഒടുക്കവും. അവൻ തന്നെയാണ് ഒടുക്കവും. അവനാണ് തുടക്കം, അവൻ തന്നെ ഒടുക്കം. അപ്പോൾ ഒടുക്കം വരും. അന്ന് ഒരാളുണ്ടാവില്ല. ആര് മാത്രം? എല്ലാവരും മരിപ്പിച്ചിട്ട് ഇസ്രായേൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് അല്ലാഹുവിന് മുന്നിൽ ഹാജരാവും. മൻ ബഖ, ആരാ ബാക്കിയുള്ളത്? അല്ലാഹു അന അൻത യാ റബ്ബി, ഞാൻ ബാക്കി തരും. അപ്പോൾ അല്ലാഹു പറയും, ഇജി ബാക്കിണ്ടാൻ പറ്റില്ല, ഞാനേ ബാക്കിണ്ടാൻ പറ്റും. അന്ത വഹീദൻ, ഞാൻ മരിച്ചാണ്. ഫയബക്കി, ഈ ലോകത്തെ കോടാനക്കോടി ജനങ്ങളെ കോടാനക്കോടി ജനങ്ങളെ മരിപ്പിക്കാൻ കാരണമായ റൂഹ് പിടിച്ച ഇസ്രായേലിനോട് അള്ളാഹു പറയും, ഇജി മരിച്ചാണ്, ഇജിൻ്റെ പെണ്ണാൻ പറ്റൂല. ഫയബക്കി, പൊട്ടിക്കരയും. മരിക്കാന്ന് ഓർക്കുമ്പോൾ കരയും. ആര്? സയ്യിദുനാ ഇസ്രായേൽ. എങ്ങനെയുണ്ട്? കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അവൻ മാത്രമേ ശേഷിക്കൂ. എല്ലാം നശിക്കും. ഒക്കെ പോവും. ഈ ബോധമാണ് അടിസ്ഥാനം. ഇതൊരു ബോധം. അപ്പൊ പോയാലൊന്നുമില്ല. എന്തുകൊണ്ട്? പോകേണ്ടതാണ്. അല്ലേ? മനസ്സിലായി? പോയാലൊന്നുമില്ല. എന്താണ്? ഈ ലോകത്ത് അധികാരമുള്ള എത്ര ആളുകളുണ്ടായിരുന്നു? ഒക്കെ പോയില്ലേ? ഇവിടെ ഞാൻ കൊണ്ടുവരുന്നത് എന്തിനാ കൊണ്ടുവന്നു വെച്ചാൽ, ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഒക്ടോബർ 3 തുടങ്ങിയൊരു വ്യാഖ്യാനാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബി. എന്നിട്ട് പുതിയൊരു വിഷയത്തിലേക്ക് പോവാം. നമുക്കൊരു മടുപ്പ് വേണ്ട. പിന്നൊരു 6 മാസമോ 10 മാസമോ 2 കൊല്ലമോ കഴിഞ്ഞിട്ട് പിന്നെ മടങ്ങിയരാ. ഇത് തീരൂല. ചേഞ്ച് ഇത് തീർന്നിട്ടല്ല, ഇത് തീരൂല. ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് മാറാം. ഇനി പുതിയ രാജ്യത്ത് മാറ്റി പിടിക്കാം. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. ഭാഷാക്രമം അനുസരിച്ച് ഇങ്ങനെയല്ല പറയേണ്ടത്. ഭാഷാക്രമം അനുസരിച്ച് അൽ ഇസ്സത്തു ലില്ലാഹി വലിറസൂലിഹി വലിൽമുഅ്മിനീൻ എന്ന് പറയുന്നുണ്ട്. അൽ ഇസ്സത്തു ലില്ലാഹ്. അൽ ഇസ്സത്തു എന്ന വാക്കിന് അവിടെ മുബ്തദ എന്ന് പറയും. ലില്ലാഹ് ഖബറാണ്. തഖദീമു മാ ഹഖ്ഖുഹു അത്ഖീർ. അൽഫി അടക്കം എല്ലാ കിതാബിലും കാണാം. തഖദീമു മാ ഹഖ്ഖുഹു അത്ഖീർ. നഫായിസിൽ കാണാം, മുഖ്തസറിൽ കാണാം, ഇതിലൊക്കെ കാണാം.
തഖ്ദീമു മാ ഹഖ്ഖുഹു അത്ഖീർ, പിന്തി വരേണ്ടത് മുന്തി വന്നാൽ ക്ലിപ്തം എന്ന ആശയം അതിൽ കൊണ്ടുവരും. ബാപ്പ പരയിലുണ്ട് എന്ന് പറയലും ബാപ്പയാണ് പരയിലുള്ളതെന്ന് പറയലും വ്യത്യാസമുണ്ട്. ബാപ്പ പരയിലുണ്ട് എന്ന് പറഞ്ഞാൽ ബാപ്പ അല്ലാത്തവർ ഉണ്ടാവുന്നതിന് ഒരു വിരോധമല്ല. മനസ്സിലായില്ല? ബാപ്പ പരയിലുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ടാകാം, ഏട്ടനുണ്ടാകാം, ഏട്ടത്തി ഉണ്ടാകാം, പെങ്ങളുണ്ടാകാം, വല്യപ്പ ഉണ്ടാകാം, വല്യമ്മ ഉണ്ടാകാം, അയൽവാസി ഉണ്ടാകാം, കല്യാണത്തൊന്നുമൊക്കെ ഉണ്ടാകാം. ബാപ്പ പുരയിലുണ്ട്. ബാപ്പ പുരയിലുണ്ട് എന്ന് പറഞ്ഞാൽ ബാപ്പ എല്ലാത്തവരും ഉണ്ടാകാം. അവിടെ നിങ്ങൾ ഇൻ്റെല്ലോ പഠിച്ചോനെ, നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ബാപ്പ പുരയിലുണ്ട് എന്ന് പറയലും ബാപ്പയാണ് പുരയിലുള്ളത് എന്ന് പറയലും വ്യത്യാസമല്ലേ? ബാപ്പയാണ് പുരയിലുള്ളത് എന്ന് പറഞ്ഞാൽ പ്രശ്നം വന്നു. ഇനി വേറൊരാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അൽ ഇസ്സത്തു ലില്ലാഹ് എന്ന് പറയുന്നതിന് പകരം വലില്ലാഹിൽ ഇസ്സ എന്ന് പറയാം. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിനെ യോഗ്യതയുള്ളൂ. ക്ലിപ്താശയം വന്നു. അതായത് ഇസ്സത്ത്, യോഗ്യത, ഞാൻ യോഗ്യൻ. അസീസ്, അസീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യോഗ്യൻ. അസീസ്, യോഗ്യൻ. അസീസ് എന്ന് വിളിക്കണ ഒരുപാട് ആൾ ഈ കൂട്ടത്തിലുണ്ട്. അത് നമ്മൾ സമയനഷ്ടം പേടിച്ചിട്ട് വിളിക്കാണ്. അവൻ്റെ പേര് എന്തല്ല, അസീസ് അല്ല, അബ്ദുൽ അസീസാണ്. യോഗ്യന്റെ അടിമ. ഇവനോ ഇവനരക്കായി കൊച്ചൂല. ഈ കൂട്ടത്തിൽ പലർക്കും അസീസ് എന്ന പേരുള്ളവരുണ്ട്. എന്ത് അസീസ് എന്ന പേരുള്ളവരൊന്ന് കേൾക്കി ഒരാളുണ്ട്. ഉണ്ടാവും, നിനക്ക് ഉറപ്പാ. ഒരാൾ അസീസിന്റെ പലതും ഉണ്ടാവും. ജനങ്ങൾ എന്താ വിളിക്കുക? അസീസെ. ഞാനും അങ്ങനെ തന്നെ വിളിക്കല്ലേ അസീസെ. ഞാനങ്ങനെ വിളിക്കല്ലേ. നോ, അസീസാണോ? അല്ല. അസീസ് പറഞ്ഞാൽ യോഗ്യന്. ഈ ദുനിയാവിൽ ഒരു യോഗ്യനും കലമരുണ്ടായിട്ടില്ല. യോഗ്യനാര് മാത്രം? അല്ലാഹ്. പിന്നെ വലിയ റസൂലി ഹി, വലിയ റസൂലി ഹി. അവിടെ റസൂലി എന്ന വാക്കിനേക്കാൾ കിടക്കണ ആ ഹീല. വലിയ റസൂലി ഹി, വലിയ റസൂലി ഹി, അവന്റെ റസൂൽ. ഓഹോ, ഉണ്ടോ? കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ ബാക്കിൽ ഒരു കൊട്ട കെട്ടിയെന്ന് സങ്കല്പിക്കും. കൊട്ട. കോട്ടയത്ത് നിന്ന് ഒരു KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് പുറപ്പെട്ടു കോട്ടയത്ത് നിന്ന് കോഴിക്കോട്ടേക്ക്. അപ്പോൾ അതിന്റെ ബാക്കിൽ ആ കേരള കോണിമ്മൽ ഒരാളൊരു മീൻകൊട്ട കെട്ടിയെന്ന് സങ്കല്പിക്കുക, ഒരു കൊട്ട കെട്ടിയെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ബസ് പോകണ അതേ വേഗതയിൽ കൊട്ടയും പോകും. അത് കൊട്ടന്റെ മാത്രമല്ല, ബസ് കെട്ടിയെന്നുള്ളതാണ്. ഇതാണടാ അന്തം വിട്ടവനെ വലിയ റസൂലി ഹി. അതിനർത്ഥം റസൂലിനവിടെ ഒരു വിലയില്ല. ആരുടെ റസൂലിനെ വരുള്ളൂ? അതാണ് പഠിക്കേണ്ടത്. അത് പഠിക്കണമാണ്. അപ്പൊ ഈ ഒരാളെ അയാളുടെ അടുത്തേക്ക് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അഷ്റഫ്, ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ്, അള്ളാഹു അവർക്കൊക്കെ ഖൈറും റഹ്മത്തും ചെയ്യട്ടെ. അത് ഞാൻ വളരെ 10-25 കൊല്ലം മുമ്പേ അറിയുന്ന ഒരാളാണ്. ഞാൻ അറിയുന്ന നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം അഷ്റഫ് ഉസ്താദ്, ഈ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചാൽ അയാൾക്കും എന്ത് പറയാലോ? റസൂല്. എന്താ റസൂലിൻ്റെ അർത്ഥം? ദൂതൻ. ദൂതൻ എന്താ? അങ്ങനെ റസൂൽ എന്ന് പറയാലോ. റസൂൽ ഭാഷാപരമായി പറയാം, സാങ്കേതിക അർത്ഥത്തിൽ എന്നല്ല. റസൂൽ എന്താ? റസൂലിന്റെ അർത്ഥം ദൂതൻ, പേരിടൻ. റസൂൽ പൂക്കുട്ടി എന്നൊരാളുണ്ട് കേരളത്തിൽ. ഒരാളുണ്ടല്ലോ, ഓസ്കാർ അവാർഡോ മറ്റോ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്തോ ഒരു പാട്ടിന്റെ സംവിധാനത്തിനോ മറ്റോ എന്തോ. അല്ലാഹു
ഏതായാലും അങ്ങനത്തെ ഒരാളുടെ പേര് റസൂൽ പൂക്കുട്ടിയിരുന്നു. റസൂൽ ഒരാളിലേക്ക് ഒരാളെ പറഞ്ഞയച്ചാൽ, ഒരാളിലേക്ക് ഒരാളെ പറഞ്ഞയച്ചാൽ ആ മൂന്നാമത്തെ ആൾ അവിടെ ആരാണ്? ദൂതനാണ്. ദൂതന് ഭാഷാപരമായി എന്ത് പറയും? അയാൾക്ക് ഒരു വില ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അയാൾ ഈ ഇരുകാലിയുടെ റസൂലാണ്. പക്ഷെ റസൂലി ഹി, വലിയ റസൂലി ഹി, വലിയ റസൂലി ഹി. രാവിലെ 4 മണിക്ക് സുബൈക്ക്, പുലർച്ചെ 4 മണിക്ക് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട KSRTC സൂപ്പർ ഫാസ്റ്റ് 12 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് കോഴിക്കോട്ട് എത്തുന്ന സങ്കല്പിക്ക്. അതിന്റെ മേക്കിൽ ആ കോണിമ്മൽ ഒരു കൊട്ട കെട്ടിയെന്ന് സങ്കല്പിക്ക്. അങ്ങനെ 11 മണിക്ക് സൂപ്പർ ഫാസ്റ്റ് കോഴിക്കോട്ട് കാർ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ആ കൊട്ട കാത്തു നിൽക്കുന്ന ഒരാള് അവിടെ ഉണ്ട്. അപ്പൊ അയാളോട് അയാള് കൊട്ട കണ്ടില്ല. അപ്പോ കണ്ടക്ടറോട് ചോദിച്ചു കൊട്ട എവിടെയാണ്? അപ്പൊ അയാൾ പറയോ കൊട്ടല്ലേ, കുറച്ച് നേരം പൊങ്ങൂലേ? അങ്ങനെ പറയാൻ പറ്റുമോ? ആ കൊട്ട ആയതുകൊണ്ട് ഒരു 2 മണിക്കൂർ നേരം പോകും, അങ്ങനെ ഉണ്ടോ? പറയട ചെന്നായി, അത് കൊട്ടല്ലേ, അതിന് ടയറില്ലല്ലോ. അത് ടയറില്ലാത്ത കൊട്ട ആയതുകൊണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്തുള്ളൂ കേട്ടോ. 3-3:15 മിക്കവാറും കൊട്ടെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയും. പറയട ചെങ്ങായി, എന്തുകൊണ്ട്? അത് KSRTC സൂപ്പർ ഫാസ്റ്റ് കെട്ടിയതാണ്. അതുകൊണ്ട് ഇതിവിടെ അതിന്റെ അയർ തന്നെ എത്തും. അത് എത്തി. വലിയ റസൂലി ഹി, വലിയ റസൂലി ഹി. ഈ ഹീമൽ കെട്ടിയ റസൂലാണ്, എന്റെ റസൂലല്ല. അപ്പോൾ വലില്ലാഹിൽ ഇസ്സത്തു. ഓഹോ, ഉത്തരം കിട്ടി. അപ്പൊ ഇസ്സത്ത് ആർക്ക് മാത്രം? അള്ളാഹുവിന് മാത്രം. രണ്ടാമത്തെ ഈയാക്കോ? ഈയാ കൈമ കൂടി ഉണ്ടാകാനാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ. റസൂൽ നമ്മുടെ ഇസ്സത്ത്, ഇവിടെ റസൂലിനെ കൂടി കൂട്ടി. വലില്ലാഹിൽ ഇസ്സത്തു വലിയ റസൂലിഹി വലിൽ മുഅ്മിനീൻ. അപ്പൊ എന്തായി അർത്ഥം? വലില്ലാഹിൽ ഇസ്സത്ത് ആർക്ക് മാത്രം? അള്ളാഹുവിനും മാത്രം. വലിയ റസൂലിഹി റസൂലിനും. എന്തുകൊണ്ട്? റസൂൽ ആരുമ കിട്ടിയതാണ്? അള്ളാഹുമ കിട്ടിയത്. അപ്പൊ യോഗ്യത ആർക്കേ ഉള്ളൂ? അള്ളാഹ്ക്കേ ഉള്ളൂ. അള്ളാഹ് വഴി ആണ് ആർക്ക് വന്നത്? റസൂലിന്. റസൂലിന് ഒറ്റക്ക് യോഗ്യതയില്ല. റസൂലി ഹി, വലിയ റസൂലി ഹി. റസൂലിനല്ല. ആരുടെ റസൂൽ? അള്ളാഹുവിന്റെ റസൂൽ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മനസ്സിലാ. ചിന്തിക്ക്. ഒരു പീടികയിൽ ഒരുപാട് വസ്ത്രം വെക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വസ്ത്രം ഒരു മഹാൻ വാങ്ങിയെന്ന് സങ്കല്പിക്കുക. അപ്പുറത്തെ വസ്ത്രം വേറൊരു സാധാരണക്കാരൻ വാങ്ങിയെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ ഇയാളും വാങ്ങി, അയാളും വാങ്ങി. എങ്കിൽ ഈ വസ്ത്രം ഈ മഹാൻ മരിച്ചാലും ജനങ്ങൾ ചുംബിക്കും. ഇപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വസ്ത്രം ഇന്നും ജനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, ലോകത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതൊരു മദീനത്തെ ഒരു പീടിന്ന് വാങ്ങിയതാവുമല്ലോ. പറയും മനുഷ്യന്മാരെ അല്ലേ, ആ പീടിന്ന് വേറെ ഒരാൾ വസ്ത്രം വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അടുത്ത വസ്ത്രം വാങ്ങിയത് ജൂതനാവാലോ. ഇത് ഒരേ നെയ്ത്തുശാലയിൽ ഉണ്ടാക്കിയതോവല്ലോ. എന്നാൽ ആ വസ്ത്രം അതുണ്ടാക്കിന 4-ാം ദിവസം പിന്നിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മരിക്കുന്ന മുമ്പനെ പിന്നിപ്പോയി. മരിച്ചിട്ടോ അതെവിടെ ഇട്ടതാവോ, മൂപ്പരയിൽ കിടന്നാ മരിച്ച്. എന്നിട്ടോ ചിന്തിക്ക്. എന്തുകൊണ്ട് ഈ വസ്ത്രത്തിന് വിലയുണ്ട്? ഈ വസ്ത്രം ഒരാള് വിൽക്കാൻ, ഇത് വിൽക്കാൻ അത് കൈവശമുള്ള ആ ഒരു മ്യൂസിയം, ചില രാഷ്ട്രങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ അങ്ങനെ വിൽക്കും.
ഡാവിഞ്ചിയുടെ ഒരു എന്താ പറയുക, ഡാവിഞ്ചിയുടെ മൊണോലിസയെ വിറ്റിട്ടുണ്ട് കോടാനക്കോടിക്ക്. എന്നതുപോലെ ഉദാഹരണം പറയാ, ഈ ഫാത്തിമ ബീവിയുടെ ഈ വസ്ത്രം ഇന്നിപ്പോ ഒരു മ്യൂസിയത്തിൽ അതുണ്ട് എങ്കിൽ, ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്, ഉണ്ടെങ്കിൽ അത് കോടാനക്കോടി കൊടുത്തും വാങ്ങാൻ തയ്യാറായി കാത്തുക്കുന്ന മുതലാളിമാരുണ്ടാവും. എന്നാൽ അതൊരു നെയ്ത്തുശാല ഉണ്ടാക്കിയതാണ്. ആ നെയ്ത്തുശാലയിൽ ആയിരക്കണക്കായ വസ്ത്രങ്ങളും അന്നുണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ആരും മത്സരിക്കാതെ എവിടെയൊന്നുമില്ല, അത് മണ്ണിൽ ലയിച്ചുപോയി. ഇതിനൊന്നും വിലയുണ്ട്. അതാരുടെ വിലയാണ്? അത് ഫാത്തിമ ബീവി അണിഞ്ഞു എന്നുള്ളതിന് കാരണം. അത് ഫാത്തിമ ബീവിയുടെ വസ്ത്രമാണ്. അത് മുസ്തഫ നബിയുടെ അരികെട്ടാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച ചെരുപ്പാണ്. ഇന്നും ഭൂമിയിൽ കോടാനക്കോടി ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മോഡൽ തൊപ്പിയിലാക്കിയിട്ട് ആ തൊപ്പിട്ടടക്കുന്നുണ്ട്. എന്തല്ലേ, അതൊരു തെറ്റല്ല, നല്ലതാണ്. ഇതെന്താ, ഇത് തൊപ്പിയുമല്ല, മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന്റെ മിസാലാണ്. അതുപോലെ മിസാലാണ്. അപ്പൊ ചെരുപ്പിനും അല്ല വിലപ്പോ. ഇപ്പൊ എന്തിനു മിസാല്. അതുപോലെ തൊപ്പിമ്മ ഏതോ ഒരു ടൈലർ അങ്ങനെ വരച്ചു കൊടുത്തു. അത് വലിച്ചറിയില്ല. അത് എന്തുകൊണ്ട്? അതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന്റെ മോഡ അവിടെയൊക്കെ എന്റെ ഒക്കെ വില, അവിടെ എന്റെ ഒക്കെ വില ഉണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിന്റെ മോഡലാണ്. അവിടെ 2-3 ഇന്ത്യ ഉണ്ട്. 3 ഇന്ത്യ ആയിട്ടുണ്ട്, 3 ഇന്ത്യ ആയിട്ടുണ്ട്. എന്നാലും ഒന്നാമത്തെ ഇന്ത്യന്റെ അത്ര വില രണ്ടാമത്തെ ഇന്ത്യക്ക് ഉണ്ടാവില്ല, പിന്നെ അത്ര മൂന്നാമത്തെ ഇന്ത്യക്ക് ഉണ്ടാവില്ല. എന്നാലും എത്ര ഇന്ത്യക്കും അവിടെ വില ഉണ്ട്. എന്തുകൊണ്ട്? ഈ ഒന്നാമത്തെ ഇന്ത്യക്ക് വില ഉണ്ട്. ഏതാണ് ഒന്നാമത്തെ ഇന്ത്യ? അല്ലാഹ്. അതെന്നെ അല്ലേ? അപ്പൊ യോഗ്യത ആർക്കുള്ളൂ? അള്ളാഹുവിന് മാത്രം. വേറുള്ളവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവനല്ലേ ഉള്ളൂ. നല്ലോണം ചിന്തിക്കണം. അപ്പൊ നമ്മൾ അയോഗ്യരായ നമുക്കെന്താ യോഗ്യത? നമുക്കില്ലല്ലോ. യോഗ്യത ആർക്ക് മാത്രം? അള്ളാഹു മാത്രം. ഇനി രണ്ടാമത്തെ ഒരാൾ പറയരുത്, ഞാൻ നമുക്ക് ഇന്റെ കൂട്ടണം. അള്ളാഹുവിന്റെ അവിടെ ഇന്റെ കൂടി റസൂൽ. അപ്പൊ യോഗ്യതയായി. അവിടെ ഇന്റെ ഉണ്ട്. നമുക്ക് മൂന്നാമത്തെ ഇന്ത്യയാണ്, നമ്മൾ രണ്ടാമത്തെ ഇന്ത്യ അല്ല. നമ്മൾ മൂന്നാമത്തെ ഇന്ത്യ, നമ്മൾ ഒന്നാമത്തെ ഇന്ത്യ അല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്താണ്. എന്നാൽ രണ്ടാമത്തെ ഇന്ത്യയിൽ നിങ്ങൾ കയറിയാലോ? അൽഹംദുലില്ലാ. അല്ല, അങ്ങനത്തെ അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അയച്ചപ്പോ പറയുന്നേ ഉള്ളൂ, വീട്ടുമല്ലേ അള്ളാഹു. ഈ രണ്ടാമത്തെ ഇന്ത്യ കയറിയാൽ മതി. പക്ഷെ ആ ഇന്ത്യയിൽ കയറുമോ? അള്ളാഹു. ഒരു ഇന്ത്യയിലെങ്കിലും കയറണം. ഇന്ത്യ നിങ്ങൾ ഇന്ത്യ ഇവിടെ ഉണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? അല്ല, നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? അല്ല, ഇവിടെ നാട്ടിലുണ്ടോ? നിങ്ങൾ അന്തപ്പെട്ട് പോയോ? പറയടാ, നിങ്ങളിവിടെ ഉണ്ടോ? തല കൊടുത്തോ? തലക്ക് കൊടുക്ക. എന്തായി പറഞ്ഞത്? നമ്മളേതായാലും ഒന്നാമത്തെ ഇന്ത്യയിലുണ്ടാവില്ല, മോയാലാണ്. യാതൊരുമില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ഇന്ത്യ, റസൂലിൻ്റെ അതിൽ കയറണം. ഞാൻ രക്ഷപ്പെട്ടു. ഒന്നാമത്തെ ഇന്ത്യ കയറൂല. ഞാൻ ഒന്നാമത്തെ ഇന്ത്യയിലാണ് കയറിയിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മുൻകാഫറ. ഒന്നാമത്തെ ഇന്ത്യ കയറൂല. ഒന്നാമത്തെ ഇന്ത്യ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇന്ത്യ കയറണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്മിനാണ് ആദം നബി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്മിൻ. എല്ലാ അമ്പിയാക്കളും റസൂലിൻ്റെ മുഅ്മിനാണ്.
وإذا أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به. അലിമ്രാനിലായത് എല്ലാം സയ്യിദന ഇബ്രാഹിം റസൂലിൻ്റെ മുഅ്മിനാണ്. റസൂലിൻ്റെ മുഅ്മിൻ അല്ലാത്തൊരു മുഅ്മിൻ ലോകത്തില്ല. അപ്പോൾ അവരും രണ്ടാമത്തെ ഇന്ത്യയിലാണ്. നമ്മൾ ഭാഗ്യം കൊണ്ട് നമ്മൾ മൂന്നാമത്തെ മുഅ്മിനാകേണ്ടതിന് അള്ളാഹ് നമ്മളെ രണ്ടാമത്തെ മുഅ്മിനാക്കി തന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്മിനായ മൂസാ നബിയുടെ ഉമ്മത്തെ ഒരു മൂന്നാമത്തെ ഇന്ത്യയിലാണ്. നമ്മളിവിടെ എന്തിൽ കയറി? രണ്ടാമത്തെ ഇന്ത്യയിൽ കയറി. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഅ്മിനാണ്. നമുക്ക് യോഗ്യത ഉണ്ട്. യൗമല യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. നബിയോട് കൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളെ അള്ളാഹു ആ ദിവസം നിന്ദിക്കൂല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളെ യൗമല യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാൽ മീൻ പറയും അള്ളാഹു തൗഫീഖ്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ, തൗഫീഖ് തരണം റബ്ബേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണം റബ്ബേ. ആമീൻ ആമീൻ ബിറഹ്മതിക. അപ്പോൾ തിരിച്ചു വരും. വല്ലവ്വലു വല്ലാഖിറു വല്ലാഹിറു വൽബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. അവനാണ് തുടക്കം, അവനാണ് ഒടുക്കം, അവനാണ് പ്രത്യക്ഷം, അവനാണ് പരോക്ഷം. അവൻ തന്നെ പ്രത്യക്ഷം, അവൻ തന്നെ പരോക്ഷം, ഒക്കെ അവനാണ്, എല്ലാവനും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് യുദ്ധക്കളത്തിൽ കൈയാട്ടി റസൂൽ പതാക കൊടുത്ത് മൂത്തയിലേക്ക് പോയപ്പോൾ മുന്നിൽ കൊടുത്തത് സെയ്ദ് ബിൻ ഹാരിസയാണ്. ആ പതാക സെയ്ദ് ബിൻ ഹാരിസ വാങ്ങി. യൂറോപ്പിനെതിരെയുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു. ഹബീബായ റസൂലുള്ളാഹിയുടെ വളർത്തുമോനാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു. വലിയ മഹാനാണ് അവർ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുമോനാണ്. ഖുർആൻ പറഞ്ഞ ഒരേ ഒരു സ്വഹാബി സെയ്ദ് ബിൻ. രണ്ടാമത്തെ ഒരു സ്വഹാബിയുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ല. മറ്റ സ്വഹാബിയുടെ പേര് ഖുർആൻ. രണ്ടാമത്തെ സിദ്ദീഖുൽ അക്ബർ പേര് പോലും ഖുർആനിലില്ല. ഉമർ ഇബ്നു ഖത്താബിൻ്റെ പേര് ഖുർആനിലില്ല. അതൊരു സിമ്പലാണ്. അതിൻ്റെയൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ അതിമനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവർക്ക് വാങ്ങി പഠിക്കേണ്ടതാണ്. നിർബന്ധമായും എല്ലാവരും വാങ്ങി പഠിക്കേണ്ട പുസ്തകമാണ് തിരുദൂതർ. നിർബന്ധം, ഇതെല്ലാവരും വാങ്ങി വായിച്ച് പഠിക്കൽ നിർബന്ധമായ പുസ്തകം. ചിന്തിക്കണം. എൻ്റെ പുസ്തകം വിൽക്കാൻ വേണ്ടി പറയല്ല. അതിന് സാബിഖായ ഒരു പുസ്തകം ലോകത്ത് 1500 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ അറിവാണ്. ഞാൻ വൽപ്പത്തരം പറയല്ല. അത് തൗഫീഖാണ്. അപ്പോൾ തിരിച്ചു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം തരട്ടെ. വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞൊക്കെ ചിന്തിക്കണം. പണ്ടങ്ങനത്തെ ഒരു അറിവിൻ്റെ ആവശ്യമില്ലാത്തവരല്ല. മുൻഗാമികളെ മോശമാക്കല്ല. മുൻകാലത്തെ അറിവിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴാണ് അറിവിൻ്റെ ആവശ്യം വന്നത്. അതുകൊണ്ടായിരിക്കാം അത് പുറത്തു വന്നത്. അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഈ സെയ്ദിൻ്റെ കയ്യിൽ പതാക കൊടുത്തു. സെയ്ദ് രക്തസാക്ഷി. അപ്പോൾ അടുത്ത ആൾ ആ പതാക വാങ്ങി. അതാണ് ജാഫർ ബിൻ അബി ത്വാലിബ്. അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ വെട്ടി. അപ്പോൾ വേഗം ഇടത്തെ കൈയിലേക്ക് പതാക മാറ്റി. എന്തുകൊണ്ട്? അത് റസൂലിൻ്റെ പതാകയാണ്. റസൂൽ കൊടുത്തതാ. അതൊരു ഇന്ത്യയിലാണ്. അത് റസൂൽ കൊടുത്തതാ. അത് റസൂലിൻ്റെ പതാകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത പതാകയാണത്. അതങ്ങനെ നിലത്ത് കാണാൻ പാടില്ല. അപ്പോൾ ഇടത്തെ കൈ വെട്ടി ശത്രു. അപ്പോൾ കടിച്ചു പിടിച്ചു. യുദ്ധക്കളത്തിൽ വീഴാണ്. അപ്പോൾ പതാക എവിടെ ഉണ്ട്? എന്തുകൊണ്ട്? അതാരുടേതാണ്? അത് റസൂലിൻ്റെതാണ്. അത് റസൂലിൻ്റെതാണ്. റസൂൽ ആരുടേതാണ്? തലക്ക് കുട്ടിക്കണം. നമ്മൾ മൂന്നാമത്തെ കൂട്ടരും. അതായത് മൂന്നാമത്തെ കൂട്ടരാരാ? റസൂലിൻ്റെ ഉമ്മത്ത് വലിൽ മുഅ്മിനീൻ. എന്തുകൊണ്ട്? റസൂൽ ആരുടേതാണ്? നമ്മൾ ആരുടേതാണ്?
റസൂലിൻ്റെതാണ്. റസൂൽ ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാ. അപ്പം നമുക്ക് വിലണ്ട്. വലിൽ മുഅ്മിനീൻ വലിൽ മുഅ്മിനീൻ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അർത്ഥം വെച്ച ഒന്നും കൂടെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹിൽ ഇസ്സ, അള്ളാഹുവിന് മാത്രമാണ് യോഗ്യത. ഇസ്സത്ത് മസ്തറാണ്. വലില്ലാഹിൽ ഇസ്സ ക്രിയാധാതുവാണ്, കർത്തൃനാമമല്ല. വലില്ലാഹിൽ ഇസ്സ വലില്ലാഹിൽ ഇസ്സ വലില്ലാഹിൽ ഇസ്സ. ഇപ്പം എന്താ അർത്ഥം? അള്ളാഹുവിന് മാത്രമാണ് യോഗ്യത, അള്ളാഹുവിന് മാത്രമാണ് പ്രതാപം, അള്ളാഹുവിന് മാത്രമാണ് പ്രതാപം. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനും മാത്രമാണ് പ്രതാപം. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണ്. വലിൽ മുഅ്മിനീൻ വലിൽ മുഅ്മിനീൻ, റസൂലിൻ്റെ ഉമ്മത്തായ മുഅ്മിനീങ്ങൾക്കുമാണ് പ്രതാപം. കാരണം അവരും റസൂലിൻ്റെ ഉമ്മത്താണ്. റസൂൽ ആരുടേതാണ്? അപ്പൊ പ്രതാപം ആർക്കേ ഉള്ളൂ? മാത്രം. രണ്ടാം സെക്കൻഡ് ഒരു പേഴ്സൺ ഇല്ല. വലിയരെല്ലാവരും ബഹുമാനിക്കും. വലിയ കളിയരാണ്. നമ്മൾ 50 കൊല്ലത്തെ കളിയാണ്. ഒരു കറാത്ത് പോലും നമ്മൾ ചെയ്തിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ നീർച്ചച്ചോറ് വളർന്നു കണ്ടു വലിയ മരിച്ചും പോയി. അങ്ങനെ എല്ലാവരും ചീർച്ചച്ചോറ് വളർത്തുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുമ്പോൾ അതാ ഖാദിയുടെ മകൻ അവിടെ അതിൻ്റെ വരിയിൽ അവിടെ 110ാമത്തെ വരിയിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ മുത്തവല്ലി ഒരു കാര്യമായ ബോധമുള്ള മനുഷ്യൻ മൂലിയരെ മകൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബേച്ചാറോ ഖാദിർ പാപ്പാൻ്റെ കുട്ടീനെ അവിടെ കൊണ്ട് എത്തി ചോറ് വെക്കാൻ ആരടങ്ങളൊക്കെ അവിടെ ചൂടാവും. എന്തടങ്ങളൊക്കെ വിചാരിച്ച് അവിടുന്ന് ഏറ്റിക്കൊണ്ടിരും. എന്തുകൊണ്ട്? അത് ഖാദിർ പാപ്പാൻ്റെ മകനാണ്. അവിടെ ഒരു ഇന്റുണ്ട്. ഇയാൾക്കൊരു വിലയില്ല. ആർക്കാണ് വില? ഖാദിർക്ക് വില. മനസ്സിലായില്ലേ? ഹസ്ബി അങ്ങനെ ഞാൻ ചിന്ത. അപ്പൊ ഒറ്റ ആക്കെ പ്രതാപമുള്ളൂ, അള്ളാഹുവിന് മാത്രം. നമുക്ക് പ്രതാപം നഷ്ടപ്പെട്ടു. എന്താ പ്രശ്നം? അർത്ഥം വെച്ച് അതിനർത്ഥം നോക്കി. നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും, അതായത് അള്ളാഹു റസൂലിൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉന്നതരായിരിക്കും. ഇല്ലെങ്കിലോ ഉന്നതരാവില്ല. നിങ്ങൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേന് കിട്ടേഞ്ഞു പോയി. അതവിടെ ചാലക്കുടി റോഡിൽ വീണിട്ടുണ്ടാവും. ഞാൻ കൊട്ട അമ്മാന് തോഫിക്കിനാൽ കോഴിക്കോട് എത്തൂല. അവനോടെ കാത്തുക്ക. ആ കൊട്ട എവിടെ? കൊട്ട എന്തായി? പാലൊക്കെ ചാലക്കുടിയിൽ കേട്ടേഞ്ഞാണ്. ഇനി എത്തൂല, കഴിഞ്ഞു. ഇഞ്ഞത് ബസ്സിൻ്റെ കൊട്ടയല്ല, ഇഞ്ഞത് കൊട്ടയാണ്. കൊട്ടനെ കോഴിക്കോട് എത്തിക്കേണ്ട ബാധ്യത നാട്ടിലേക്കില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. മനസ്സിലായി? ഈ കെട്ടട് കഴിഞ്ഞ് ചാടിനോട് കൂടാതെ എന്റെ പേരെന്തായി? കെട്ട് കഴിയുന്ന വരെ അതിന്റെ പേരെന്തായിരുന്നു? ബസ്സിന്റെ ഒട്ട. കെട്ട് കഴിഞ്ഞത് ഹൈവേയിൽ ചാടിയാലോ ഒട്ട. സത്യം നല്ലതാണ്. ഒരു ഇന്ത്യ കുറഞ്ഞിട്ടില്ലേ? പക്ഷെ ബലം ഉണ്ടാവില്ല. മുമ്പൊരു XMLA നമ്മളെ എന്താ പറയാ, ഒരു XMLA നമ്മുടെ അരയർത്ത് പാലത്തെ സ്റ്റേജിൽ വന്നു. അപ്പൊ അയാൾ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ട്, ഈ പിറ്റത്തെ കൊല്ലം വന്നു. അപ്പൊ കഴിഞ്ഞ കൊല്ലം MLA ആയിട്ടാണ് വേദിയിൽ വന്നത്. പിന്നെ വിളിക്കാതെ പണ്ട് വിളിച്ചാ വന്നത്, ഇക്കൊല്ലം വിളിക്കാതെ. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇക്കൊല്ലം എന്നെ വിളിച്ചിട്ടില്ല, എന്നാലും ഞാൻ വന്നു. കാരണം ഇവിടെ ഞാൻ സ്ഥിരം വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെക്കാൾ ഇന്നെ ബഹുമാനിക്കണം. കാരണം ഇപ്പോൾ എനിക്ക് 2 അക്ഷരം കൂടി കൂടിയിട്ടുണ്ട്. പണ്ട് ഞാൻ MLA മാത്രമായിരുന്നു, ഇപ്പോൾ ഞാൻ EX എന്ന 2 അക്ഷരം കൂടി അതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും, കഴിഞ്ഞ കൊല്ലം ഞാൻ 3 അക്ഷരാണ്, ഇപ്പോൾ ഞാൻ 5 അക്ഷരം. ഞാൻ ഒന്നും കൂടി ബഹുമാനിക്കണം. ഇന്ത്യ കൂടി, പക്ഷെ നാട്ടിൽ ബഹുമാനിക്കൂല.
ഒരിന്റെ കൂടി. മനസ്സിലായില്ലേ? അവിടെ ചിന്തിച്ചോക്ക്. അവിടെ ഈ ഇന്ത്യ അതിന്റെ വിലയുള്ളൂ. എന്തുകൊണ്ട്? ഇതിനൊന്നും എന്തില്ല, വിലയില്ല. വില ആർക്ക് മാത്രം? അല്ലാഹ്. ഇവിടേക്ക് എത്തിയാൽ നമ്മൾ മുമ്പിനായി. ഒരു വിലയില്ല. എന്തിനു വില ഉള്ളത്? എന്തിനാടാ വില ഉള്ളത്? എന്തിനാടാ വില? 1 കോടിയും 2 കോടിയും വാങ്ങിയിട്ട് നമ്പർ വാങ്ങുന്നവരുണ്ട് ലോകത്ത്. കാറിന് നമ്പർ, കാറന്നെ ദുനിയാവിൽ നിന്ന് പോവും. ഇതിനകത്ത് നമ്പർ. എന്തിനു വില ഉള്ളത്? എന്തിനാണ് ഈ ലോകത്തെ വില? എന്തിനു വില? ദുന്യാവിനെ പോകുകയാണെങ്കിൽ പിന്നെ ദുന്യാവിലെ സാധനത്തിന് ഈ ഭൂമിയിൽ 25 ഏക്കർ ഒരാൾക്കുണ്ടായി സങ്കല്പിക്കുക. ആയിക്കോട്ടെ, എന്നിട്ട് എന്താ? ഭൂമിന് പോയി പിന്നെ 25 ഏക്കർ നിൽക്കൂ. ചിന്തിക്ക്. ഈ ഭൂമി തന്നെ പോകുകയാണ്. പിന്നെ എങ്ങനെ ഈ 25 ഏക്കർ ഉണ്ടാവും? എന്നതുപോലെ നിങ്ങൾ ചിന്തിക്കണം. ഒന്നിനും വിലയില്ല. ആർക്ക് മാത്രം? അല്ലാഹുവിന് മാത്രം. ഇതിനാണ് മൂമിൻ. അപ്പൊ നമുക്ക് മൂമിൻ്റെ ഉത്തരം കിട്ടി. എനിക്ക് പ്രതാപമില്ല, എനിക്ക് യോഗ്യതയില്ല. ആർക്ക് മാത്രം? മാത്രം. ഇതാണ് മൂമിൻ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. വലില്ലാഹി, അല്ലാഹുവിന് മാത്രമാണ് അൽ ഇസ്സത്തു, പ്രതാപം, യോഗ്യതയുമുള്ളത്. വലിറസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലിനുമാണ്. വലിൽ മുഅ്മിനീൻ, വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുമാണ്. മുഅ്മിനീങ്ങളുടെ എന്തിനു വില ഉണ്ടാവും? കാരണം എവിടെയെങ്കിലും അല്ലാഹുവിൽ തൊട്ടിട്ടുണ്ട്. ഫാത്തിമ ബീവിൻ്റെ കുപ്പായത്തിന് വിലയുണ്ട്. എന്തുകൊണ്ട്? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മകളിൻ്റെ കുപ്പായാണത്. അപ്പോൾ വിലണ്ടായി. കുപ്പായത്തിനല്ല, എവിടെ തൊട്ടു? അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അപ്പൊ ഒന്ന് വരച്ചാള്. നമ്മളൊക്കെ ഉണ്ട് വരക്കുക, അഹങ്കാരത്തിന് വരക്കുക. ആ അഹങ്കാരം ഒരച്ചട് പോയി ചെളി കളഞ്ഞാൽ ഒരു ഓടിലെത്തും, ഒരു അസിലെത്തും. ആ അസിൽ തന്നെ മുമ്പിൽ. എനിക്കൊന്നുമില്ല. ആർക്കാണ്? എൻ്റെ റബ്ബിനാണ്, എൻ്റെ റബ്ബിൻ്റെ റസൂലിനാണ്, എൻ്റെ റബ്ബിൻ്റെ റസൂലിൻ്റെ സമുദായത്തിനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു പേടിയില്ല. എനിക്ക് പ്രതാപമുണ്ട്, എനിക്ക് യോഗ്യത ഉണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ മുമ്മിനാവൂല. മുമ്മിനവിടെ പ്രതാപം ഉണ്ടായി ആരെ കൊട്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ റസൂലിനെ കൊട്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ചിന്തിക്ക്, 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 ചിന്തിക്ക്. ഒന്നായില്ല, കഴിഞ്ഞു. ഇവിടെയുള്ളവരെ എവിടെയില്ല. എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ബോധം എൻ്റെ റബ്ബിനിക്കുണ്ട്. എൻ്റെ റബ്ബാണ്, എൻ്റെ റബ്ബാണ്, എൻ്റെ റസൂലാണ്. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് നടക്കാത്തൊരു കാര്യമില്ല. അപ്പോൾ ആകാശകാര്യം ഭൂമി കാര്യം. ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ആകാശം കരയും ഭൂമി കരയും. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ഫറോവയും മന്ത്രിമാരും ഫറോവയും ധനാഢ്യന്മാരും ചത്തപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻളരീൻ. നന്നാവാനുള്ളൊരു സമയം അവർ താമസിപ്പിക്കപ്പെട്ടതുമില്ല. നന്നായിക്കോളും, കുറച്ചാലും കൂടെ കഴിഞ്ഞോടെ ഇല്ല. അവസാനത്തെ ശ്വാസത്തിൽ ജിബ്രീലിന്റെ മുന്നിൽ പറഞ്ഞു നോക്കി, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ. ഞാൻ മൂസാന്റെ റബ്ബിൽ വിശ്വസിച്ചു. കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, ഇനി കാര്യമില്ല. SIR-ന്റെ ലിസ്റ്റിൽ നിന്ന് പുറത്തായവർ ഇത്രാം തീയതിക്കുള്ളിൽ സമർപ്പിക്കണം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞു. ആ ഡേറ്റിനാവില്ല. ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ആരോട് പറയുന്നത്?
ഇസ്രായേൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഫിറഔന്റെ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔൻ എന്ത് പറഞ്ഞു? ആമൻതു റബ്ബി മൂസ വ ഹാറൂൻ, മൂസാന്റെയും പിന്നെ ഹാറൂന്റെയും റബ്ബിനെ ഞാൻ വിശ്വസിച്ചു. കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, എക്സ്പയർ ആയി. അതാണ് ഇന്നലെ വരെ, ഇന്നലെ ലാസ്റ്റ് ഡേറ്റ്. ഇന്നത്തെ ഡേറ്റ് എത്ര പറയും മനുഷ്യ? ഇന്നലെ ഡേറ്റ് എത്ര? 2025 ഡിസംബർ 18 അല്ലേ? ഇന്നലെ 18. അപ്പൊ ഒരു മരുന്ന്, ലോകത്തെ $50,000 വിലയുള്ള ഒരു മരുന്ന് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എത്ര? ലാസ്റ്റ് ഡേറ്റ് എത്രയാണ്? 18/12/25 എക്സ്പയറേറ്റ് ഡേറ്റ്. ഇന്നലെ ആ മരുന്നിന് $50,000 ആണ്. ഇന്ന് ആ മരുന്ന് കുഴിച്ചിടാൻ അണ്ണാച്ചിക്ക് പൈസ കൊടുക്കണം. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? സത്യല്ലേ? ഇന്നലെ വില എത്രയാ? ഇന്നലെ ആ ഇഞ്ചക്ഷൻ $50,000 ആണ്. ഇന്നലെ വരെ, ഇന്നലെ വില $50,000 ആണ്. ഏതുവരെ? ഇന്നലെ രാത്രി 12 മണിക്കുള്ളിൽ അടിക്കുകയാണെങ്കിൽ അതിനെത്ര വില പറയടാ? $50,000 വില ഉണ്ട്. ഇന്നലെ രാത്രി 12 മണി വരെ, 12 കഴിഞ്ഞു. ഇനി എത്ര വില? ഇനി 50 പൈസ വിലയില്ല. ഇനി ഒന്ന് കൊണ്ടേ കുഴിച്ചടാ രംഗപ്പ തങ്കപ്പ ഓന് പൈസ കൊടുക്കണം. തങ്കപ്പന് മനസ്സിലായില്ല? ഇനി അത് കുഴിച്ചിടാൻ ആ മരുന്ന് ഇവിടെ വെച്ചാൽ നാശാണ്. എന്തുകൊണ്ട്? എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഷെൽഫിൽ കണ്ടാൽ ഹെൽത്തുകാർ വന്നിട്ടാണ് എഴുതു. എത്ര? $10,000 വില പേടാ. ഇനി അത് പറയട ചെങ്ങായി, അത് അവിടെ വെച്ച് കഴിഞ്ഞു സമയം കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ വലിൽ മുഅ്മിനീൻ എന്താ അതിനർത്ഥം? എന്താ മൂമിന്റെ അർത്ഥം പറ? മൂമിനിന്റെ അർത്ഥം പറയേ. മൂമിനാരാ? എക്സ്പയർ ഡേറ്റ് കഴിയണേന്റെ മുമ്പ് ഇന്ത്യ കൂടിയോ? ഒരിന്തല്ലോ, ഒരിങ്ങനെ, പിന്നൊരു ഇങ്ങനെ, പിന്നൊരു ഇങ്ങനെ. ഇതാണ് എന്ത്? ഇന്ത്യ. അപ്പോ എക്സ്പയർ ആയിട്ട് കഴിയുന്നതിന് മുമ്പ് ഇന്ത്യ അതിൽ കൂടിയോൻ ആരായി? മൂമിനായി. അത് കഴിഞ്ഞാലോ ആകാശം മൂമിൻ കാര്യയില്ല. അന്തല്ലാത്തോനെ. അപ്പൊ ഡേറ്റ്, എക്സ്പയർ ഡേറ്റ് പറയട ചെങ്ങായി, കഴിഞ്ഞട വേള്. മനസ്സിലായില്ല? എക്സ്പയർ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കൂടിയാൽ ആരായി? മുഅ്മിനായി. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ കൂടിയിട്ട് കാര്യല്ല. ചത്താൽ ആകാശവും ഭൂമി കരയൂല. അടുത്ത ചോദ്യം, എന്നാ എക്സ്പയർ ഡേറ്റ് കഴിയ? എന്നാടാ എക്സ്പയർ ഡേറ്റ് കഴിയ? ഇന്നുമാകാം. അപ്പൊ ഇന്ത്യയിൽ ഇന്നിപ്പാവാം. ഇപ്പൊ വീണ് മരിച്ചൂടെ? മരിക്കാം. വയലിന് വന്ന മോലിയാരെ ഒരു സംഭവം, മാനാ മോലിയാർ, ചെറിയ ആളൊന്നല്ല, വലിയ മാൻ. വയലിന് വന്നു, ഇശ നിസ്കരിച്ചു, അവിടെ ബെയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ബുർദയിലും പഴയ കാലത്ത് അങ്ങനെ മനസ്സിലായി, ബുർദയല്ല. അപ്പൊ മോലിയർ എന്ത് പറഞ്ഞു? എന്തോ ഒരു ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. കിടന്നു, അപ്പ മരിച്ചു. വലിയ മാനാണ്, മരിച്ചു. ബെയ്ത്ത് തീർന്നിട്ടില്ല, മുപ്പര് മരിച്ചു. 15-20 കൊല്ലം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു നാട്ടിൽ ചെന്നപ്പോൾ എന്നോട് വയൽ പറയാൻ വേണ്ടി പറഞ്ഞു. എന്താ വയൽ? എന്തിനെ പറ്റി പറയണ്ട്? മരണത്തിനെ പറ്റി വയൽ പറയും. സ്ഥാനം മരണത്തിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ വയൽ പറഞ്ഞു. അപ്പോൾ ആളുകൾ കുറേ ഉണ്ട്. കൊണ്ടുവന്ന കസേരകളൊക്കെ കഴിഞ്ഞു. അവസാനം അക്കാലത്ത് വീടുകളിലൊക്കെ ബെഞ്ചുണ്ടോ. അങ്ങനെ ബെഞ്ച് ഇട്ട് ഓടിക്കൊണ്ടിരാണ്. അങ്ങനെ അവസാനം ലാസ്റ്റ് ബെഞ്ച് കൊണ്ടുവന്നിട്ട് ആ പ്രവർത്തകന്മാരെ അവസാനത്തെ ബെഞ്ചിലിരുന്നു. അക്കൂട്ടത്തിൽ ഒരാൾ ആ വയല് കേട്ടുകൊണ്ടിരിക്കവേ ബാക്കിൽ വീണു, മരിച്ചു. എന്താണ് പറയണത്? മരണം.
ആരാണ് ഇത് പ്രവർത്തകൻ? എന്താണ് അയാൾ ചെയ്ത പണി? ബാങ്കിൽ വന്നവർക്ക് കസേരയും ബെഞ്ചും കൊണ്ടുവന്നു. അവസാനത്തെ ബെഞ്ചിൽ അയാൾ മുതിർന്നു, വീണു, മരിച്ചു. ഞാൻ സാക്ഷിയാണ്. അല്ലാഹുമ്മ ഷഹദ്, ഞാൻ സാക്ഷിയാണ്. മനസ്സിലായില്ലേ? ചിന്ന പെണ്ണ എക്സ്പെരിമെന്റ് കഴിയാ ഇപ്പൊ കഴിയും. പൻ്റെ ഉള്ളിൽ കൂടിക്കളാം. എന്താ എൻ്റെ ഉള്ളിൽ കൂടാൻ വേണ്ടത്? എന്താ വേണ്ടത്? എനിക്കൊരു യോഗ്യതയും ഇല്ല എന്ന് വിശ്വസിക്കൽ. അതാണ് പറഞ്ഞത്. എനിക്കൊരു യോഗ്യതയും ഇല്ല. ഇന്ത്യക്കാണ് യോഗ്യത. ഞാൻ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. റസൂൽ അള്ളാഹുവിൻ്റെതാണ്. ഞാൻ റസൂലിൻ്റെയും അള്ളാഹുവിൻ്റെ, അതുവഴി അള്ളാഹുവിൻ്റെയും കഴിഞ്ഞു. അപ്പം എൻ്റെ കൂടി കഴിഞ്ഞു. നിനക്ക് എന്തുണ്ട്? പ്രതാപുണ്ട്. നീ മരിച്ചാൽ ആകാശവും കരയും, ഭൂമിയും കരയും. മരിച്ച ഒരാളാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. പഴയ കാലത്ത് ടെലിവിഷന് ആൻറ്റീന ഉണ്ടാവും, റേഡിയോ കൊണ്ടുപോകാൻ ആൻറ്റീന പറഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ കമ്പിയാണ്. ഒരു ഇരുമ്പിൻ്റെ കമ്പി നമ്മൾ നടക്കണോടത്ത് കണ്ടാൽ അത് കാലുകൊണ്ട് അങ്ങനെ ആക്കിയിടും. അതേ സമയത്ത് റേഡിയോയുടെ ആൻറ്റിന, ഓൻ്റെ റേഡിയോൻ്റെ ആൻറ്റിന അങ്ങനെ കിടക്കണുണ്ടാൽ അതോനങ്ങനെ തോണ്ടിയിടില്ല. കാരണം അത് റേഡിയോയുടെ ആൻറ്റിനയാണ്. അതിന് വില ഉണ്ട്. അവിടെ ഒരു ഇൻറ്റുണ്ടായി. എന്ത്? കമ്പിക്കല്ല വില, റേഡിയോൻ്റെ കമ്പിക്കാണ്. കമ്പിക്കല്ല വില, ടെലിവിഷൻ്റെ കമ്പിക്കാണ്. അപ്പോൾ എവിടെ ഇൻ്റെ ഒരു ഇൻ്റെ അവിടെ എന്തുകൊണ്ട്? സൃഷ്ടിക്ക് ഇൻ്റെ ഇല്ലെങ്കിൽ വില ഉണ്ടാവില്ല. ഇൻ്റെ അല്ലാത്തൊരൊറ്റാളേ ഉള്ളൂ. അതാരാ? അള്ളാഹു. ഓൻ ഇൻ്റെ അല്ല. അള്ളാഹു വേറെ അള്ളാൻ്റെ റസൂല. ഇതിന് മേലെ വേറെ അള്ളാണ്ട്. ഇത് വലിയ അള്ളാൻ്റെ താഴെയുള്ള അള്ളയാണ്. അങ്ങനെയാണോ? ഇല്ല, അവിടെ ഇൻ്റെ അല്ലേ. ഇൻ്റെ അല്ലാത്ത ഒരാളേ ഉള്ളൂ. ആര്? അത്രേ ഉള്ളൂ. റസൂലിന് വരെ ഇൻ്റെ ഉണ്ട്. പിന്നെ എനക്കെന്താ? റസൂലിന് വരെ ഇൻ്റെ ഉണ്ടല്ലോ. അള്ളാഹു തആല അള്ളാഹു വലിയ അള്ളാഹ്ക്കോട് വരാൻ കഴിയൂല. അള്ളാഹ് വലിയ അള്ളാഹ്ക്ക് വലിയ കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ബിസിയാണ്. ആകെ അർശിൻ്റെ അവിടെ ഇല്ല. അപ്പം ഞാൻ ചെറിയൊരു അള്ളാഹിനെ അങ്ങോട്ട് വിടുന്നുണ്ട്. അപ്പം അള്ളാഹിൻ്റെ അള്ളാഹ് അങ്ങനെയാണോ? പറയണ ആണോ? അല്ല. അപ്പൊ ഇൻ്റെ ആരെങ്കിലും ലീഗിന്റെ MLA, കോൺഗ്രസിന്റെ MLA നിയമസഭയിലെത്തിയപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ സ്വന്തം, എനിക്കങ്ങനെ ലീഗ് കോൺഗ്രസ് ഒന്നുമില്ല. ഓൻ കൂറുമാററ്റ ബില്ല് ഓൻ്റെ മേൽ ബാധകമാവുകയും ഓൻ അന്ന് മുതൽ അയോഗ്യനാവുകയും ചെയ്യും. എന്തുകൊണ്ട്? ഓൻ ഇന്ത്യയെ നിഷേധിച്ചു. എല്ലാ പാർട്ടിയും ഒത്തു സമ്മതിച്ച് നമ്മളെ നാട്ടിൽ കുറഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽപ്പെട്ടതാണ് കൂറുമാറ്റ ബില്ല്. മനസ്സിലായില്ല? ലീഗിന്റെ MLA നിയമസഭയിലെത്തിയപ്പോ എന്ത് പറഞ്ഞു? ഞാൻ ലീഗിന്റെ അല്ല, എനിക്കുണ്ട് ലീഗ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ MLA ആയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി തീർന്നിട്ട് പുറത്തായി ബൈ ഇലക്ഷൻ നടന്ന ഒരാൾ മലപ്പുറം ജില്ലയിലുണ്ട്. എന്റെ മുമ്പേ പ്രശ്നം എന്താ പ്രശ്നം? ഇന്ത്യ വിട്ടു. ഇന്ത്യ വിടാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം. ഇന്ത്യ മലയാളി. ഇന്ത്യ അല്ലാത്ത ഒരാളേ ഉള്ളൂ. ആര്? അല്ലാഹ്. ഇന്ത്യ നമ്മളൊക്കെ വലുപ്പത്തരം ഇന്ത്യയാണ്. അതിലാണ് കൂടിക്കളി. എപ്പോ? ഈ സെക്കൻഡ് കൂടിക്കളി. വലില്ലാഹിൽ ഇസ്സ, പ്രതാപം ആർക്കുമില്ല, അള്ളാഹുവിന് മാത്രമാണ്. പിന്നെ അങ്ങനെ കിട്ടും, അതിക്കങ്ങനെ കിട്ടും. മൂത്താപ്പാൻ്റെ കുപ്പായം, വലിയപ്പാൻ്റെ കുപ്പായം, എൻ്റെ ചിന്തിക്ക്. ഒരു സിനിമാ നടി ഒരു പീടിക ഉദ്ഘാടനത്തിന് വേണ്ടി വന്നപ്പോൾ പിന്നെ എന്ത് ചെയ്തു? പീടികൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ജനങ്ങൾ തള്ളുക.
അപ്പം മിഠായി കൊണ്ടുവന്നിരുന്നു. എന്നോടൊരാൾ പറഞ്ഞാൽ ഞാൻ പോവാം. അപ്പം മിഠായി വാരിയിട്ട് ഇവളിങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പം അധികം ആവേശത്തോടു കൂടി ജനങ്ങൾ വാരി, കാരണം ഓള കയ്യിൻ്റെ സ്പർശമുള്ള മിഠായിയാണ്. അപ്പം അവിടെ ഒരു 14 ഉണ്ടായി. ഓനും ഭാര്യ കുറേ മിഠായി ഇട്ടു. അതോടുകൂടെ ജനങ്ങൾ പിന്നെ പൊറുക്കാതെ. എന്തുകൊണ്ട്? പടച്ചവന് മനസ്സിലായില്ല. കാരണം 14 വേണം 1 ഉറുപ്പ്യക്ക്. ചിലർക്ക് 2 വിധി ലൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് 14 അറിയാം. എൻ്റെ ഉമ്മാൻ്റെ ഒരു പ്രയോഗം. ഓന് 14. എൻ്റെ ഉമ്മാൻ്റെ ഒരു പ്രയോഗം. എന്താ ഒരു 14 കേൾക്കണം? അതായത് 2 കുറയണം. മനസ്സിലായില്ലേ പറഞ്ഞത്? 8 50 പൈസ. അപ്പൊ 16 എന്ത്? 1 ഉറുപ്പ്യ. ചിലർക്ക് അരപ്പിരി ലൂസ് ഉണ്ടാവും. അവരെന്നെ ഉമ്മാൻ്റെ കാലത്തുള്ളവരൊക്കെ പറയാം ഓനെ 2 കുറവാ. അപ്പൊ 2 കുറവുള്ളവനുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഓനും ഭാര്യ എന്ത് ചെയ്തു? ജനങ്ങൾ മുട്ടായി കിട്ടാതെ കുഴങ്ങിയിട്ടാണ് ഇത് ഭാര്യണെന്നാണ് ഈ 14 വിചാരിച്ചത്. അപ്പൊ ഓനും ഭാര്യ കുറെ മുട്ടായി ഇട്ടവരോട് ജനങ്ങൾ പോയി. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് ഈ ഇന്ത്യയാണ് ആവശ്യം. ഐശ്വര്യറായിന്റെ കയ്യിൽ നിന്ന് കിട്ടണം, ഹേമമാലിന്റെ കയ്യിൽ നിന്ന് കിട്ടണം, മമ്മൂട്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടണം. അവിടെ ഇന്ത്യയാണ്. മറ്റേ ഇന്ത്യ പോയി. ഏത് ഇന്ത്യന്ന് അറിയില്ല. അപ്പൊ പിന്നെ ജനങ്ങൾ പൊറുക്കിയതുമില്ല. അപ്പൊ ഇന്ത്യക്കാണ് വില. ഇന്ത്യ അല്ലാത്ത ഒരാളേ ഉള്ളൂ. അതാരാ? അല്ലാഹ്. അതുകൊണ്ട് ആ ഇന്ത്യയിൽ കൂടെ അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ വരുമ്പോൾ അവർ മരിച്ചാൽ ആകാശവും കരിയും ഭൂമിയും കരിയും. ഈ ചാപ്റ്റർ തൽക്കാലം ക്ലോസ് ചെയ്തു. ഇനി ഞാൻ പൊന്തിക്കും, അപ്പോഴൊന്നുമല്ല എന്നെങ്കിലും. തൽക്കാലം ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. ഒക്ടോബർ 3 തുടങ്ങിയതാണ്. ഇനി വേറെ വിഷയത്തിലേക്ക് കയറാം. അള്ളാഹുവിനെ പറ്റി പഠിക്കന്നെ. ഇതെത്ര കാലമാണെങ്കിലും അള്ളാഹുവിനെ പറ്റി പഠിക്കന്നെയാണ്. 27-ാം തീയതിയാണ് കപ്പിൾസ് മീറ്റ്. 27-ാം തീയതിയാണ്. എല്ലാവരും അതിൽ പേര് രജിസ്റ്റർ ചെയ്യണം. എന്തുകൊണ്ട്? അതൊരു പുതുജീവിതത്തിൻ്റെ ആരംഭമാണ്. അതിൽ ഭാര്യ ഭർത്താക്കൾ പങ്കെടുത്താൽ അവർക്കൊരു പുതുജീവിതം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതൊരു പുതുജീവിതത്തിൻ്റെ ആരംഭമാണ്. എന്തുകൊണ്ട്? അങ്ങനെയാണല്ലോ. അത് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റലാണ്. കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസമുള്ള സ്നേഹബന്ധം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ഇല്ല. എന്തേ? ഇടയ്ക്കൊന്ന് വർക്ക്ഷോപ്പ് കയറ്റണം. ഇതൊരു വർക്ക്ഷോപ്പാണ്. അത് വർക്ക്ഷോപ്പിൽ പണി ഞാൻ അടുത്തരാ ക്ലിയർ ആക്കി തരാം ഇൻഷാ അല്ലാഹ്. നിർബന്ധമായി എനിക്കങ്ങനെ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണ്ട. കുഴപ്പമുണ്ടോ ഇല്ലേ എന്ന് അവിടെ വന്നിരുന്നാലേ എനിക്ക് തിരിയുള്ളൂ. നമുക്കൊരു കുഴപ്പമില്ല എന്നാലും പോകുക എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കാറിൽ പോരുമ്പോൾ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഒന്ന് മുഖം വീർപ്പിച്ച് ഉത്തരക്ക് വെച്ച് കുറച്ച് നേരം സഹിച്ചോളാം. അപ്പോൾ പറയും, പറഞ്ഞു നോക്കുമ്പോൾ ഒക്കെ നിങ്ങളെ കുഴപ്പമാണ്. അതൊക്കെയാണെങ്കിലും ഇവിടെ കുത്തിരിക്കണ ഒരുത്തനുണ്ട്. എന്നോട് ചോദിച്ചു, ഇനി എൻ്റെ പെണ്ണുങ്ങളും ഞാനൊരു ആവറേജ് പോകുന്നുണ്ട്, നിങ്ങളെ ക്ലാസ് കേട്ടിട്ട് നാശാവുമോ? ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ കണക്കിച്ച് കൊണ്ടുവരണ്ട. അവിടെ നിന്ന് വന്നാലേ തിരിയുള്ളൂ എവിടെയാ കുഴപ്പമുള്ളത്. ആ കുഴപ്പം നന്നാക്കലാണ്. വരുന്ന ശനിയാഴ്ച, അതായത് നാളെയല്ല, അതിന് ശേഷം 27-ാം തീയതി വരുന്ന ഡിസംബർ 27-ാം തീയതി 8 മണിക്ക് എത്തുക. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. എൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി കുട്ടികളെ കൊണ്ടുവരാതെ വരാൻ കഴിയില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ആരെങ്കിലും ഒരു കുട്ടിയെ നോക്കാനുള്ള വിശാലമായ ഒരു സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. കുട്ടികൾക്ക് ഓടാനും കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. കൂടെ ഒരാൾ ഉണ്ടായാൽ നല്ലത്. ഇല്ലെങ്കിൽ ചില ആളുകളെ നമ്മളും ഏൽപ്പിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളെ കുട്ടിയെ പരിചയമുള്ള ഒരാളുണ്ടായാൽ ഒന്നുകൂടി നല്ലതാണ്. ഇനി ആളില്ലെങ്കിൽ വിഷമിക്കേണ്ട. കുട്ടികളെ കൊണ്ടുവന്നാൽ വിരോധന നിർബന്ധ സാഹചര്യത്തിൽ കുട്ടികളെ കൊണ്ടുവരാം. അതേപോലെ തന്നെ മുല കൊടുക്കുന്ന കുട്ടികൾക്ക് മുല കൊടുക്കാനുള്ള അവിടെ ഫീഡിങ് റൂമുകളും മറ്റുമൊക്കെ സംവിധാനിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുന്നത് വളരെ അത്യാവശ്യം. രണ്ടാമത് എന്നോട് ചോദിക്കരുത്, രണ്ടാമത് പറയാൻ കഴിയില്ല. ഒന്നാമത് തന്നെ ഞാൻ മടിച്ചാൽ പറയാം, പിന്നെ രണ്ടാമത് തന്നെ പറയാൻ കഴിയൂല. പലതുമുണ്ട്, പല വിഷയമുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ ഒരു ആധാരമുണ്ട്. ആ ആധാരം ഞാനൊന്ന് കെട്ടിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. بسم الله الرحمن الرحيم. الحمد لله رب العالمين مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.